പശ്ചിമ ബംഗാളിന്റെ ഹൃദയഭാഗത്ത് പുരുലിയയിൽ അയോധ്യ കുന്നുകളിൽ നിശബ്ദ വിദ്യാഭ്യാസ വിപ്ലവം നടക്കുകയാണ്. രാഷ്ട്രീയക്കാരുടെയോ സെലിബ്രിറ്റികളുടെയോ നേതൃത്വത്തിലല്ല, മറിച്ച് മാലതി മുർമു എന്ന വനവാസി വീട്ടമ്മയുടെ നേതൃത്വത്തിലാണ് ചരിത്രം രചിക്കുന്നത്. ആ കഥയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ജിലിംഗ് സറൻ പശ്ചിമ ബംഗാളിലെ വിദൂര ഗ്രാമങ്ങളിൽ ഒന്നാണ്. വികസനം എത്തിനോക്കാത്ത പൂർണ്ണമായും ഒറ്റപ്പെട്ട ഇടം. ബംഗാ മുർമുവിന്റെ കൈപിടിച്ച് 2019 അവിടേക്കെത്തിയതാണ് മാലതി. ദിവസങ്ങൾ മുന്നോട്ട് പോകവേ പക്ഷേ അവളെ ഒരു കാര്യം അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. വന്നുകയറിയ ഗ്രാമത്തിൽ വിദ്യാഭ്യാസത്തിന്റെ അഭാവമായിരുന്നു ആ പ്രശ്നം. കുട്ടികൾ ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുന്നു. കൗമാരക്കാർ കാട്ടിൽ പണിയെടുക്കുകയോ വീട്ടിൽ തന്നെ കഴിയുകയോ ചെയ്യുന്നു. വിദ്യാഭ്യാസം എന്നത് പലരുടെയും ചിന്തയിലേയില്ല. എന്നാൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മാലതിക്ക് വിദ്യാഭ്യാസത്തിന്റെ വില അറിയാമായിരുന്നു. അങ്ങനെ നിശബ്ദമായി എന്നാൽ സധൈര്യം അവൾ തന്റെ ദൗത്യം ആരംഭിച്ചു. തന്റെ മണ്ണുകൊണ്ട് നിർമ്മിച്ച വീട് ഒരു വിദ്യാലയമാക്കി. മാലതിയുടെ ദൗത്യം ആദ്യം ഗ്രാമം പരിഹാസത്തോടെയാണ് കണ്ടത്. സ്വന്തം കുടുംബം തന്നെ അവളെ നിരുത്സാഹപ്പെടുത്തി. എന്നാൽ പിന്തിരിയാതെ മാലതി വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളെ പഠിക്കാൻ അയക്കാൻ പ്രേരിപ്പിച്ചു. ഒരു കൈയിൽ 2 മാസം മാത്രം പ്രായമായ സ്വന്തം കുഞ്ഞും മറുകൈയിൽ ചോക്കും പിടിച്ച് ജിലിംഗ് സറൻ കുന്നുകളിൽ വിദ്യാഭ്യാസ വിപ്ലവത്തിന് മാലതി മുർമു തുടക്കം കുറിച്ചു. പതുക്കെ ഗ്രാമവാസികൾക്കിടയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള 45 വിദ്യാർത്ഥികളെ സന്താലി, ബംഗാളി, ഇംഗ്ലീഷ് ഭാഷകളിൽ ഇന്ന് മാലതി പഠിപ്പിക്കുന്നു. ജിലിംഗ് സറന്റെ മരുമകൾ ഇന്ന് പ്രതീക്ഷയുടെയും ദൃഢനിശ്ചയത്തിന്റെയും പരിവർത്തനത്തിന്റെയും ദീപസ്തംഭമാണ്. 5 വർഷമായി തന്റെ സമൂഹത്തെ നിരക്ഷരതയുടെ ഇരുട്ടിൽ നിന്നും അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കുകയാണവൾ. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.